ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. ബലോചിസ്ഥാൻ പാകിസ്ഥാനിലെ ഒരു പ്രോവിൻസാണ്. ദി ലാർജസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ് പ്രോവിൻസ് ഓഫ് എന്നാണ് പറയേണ്ടത്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മിനറൽസും കാര്യങ്ങളും എല്ലാം ഉള്ള ബലോചിസ്ഥാൻ, the largest of course, but the poorest province of പാകിസ്ഥാൻ. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ബലോചിസ്ഥാനിലെ കഥ പറയാം, ആ റിയാലിറ്റി പറയാം. ഓക്കെ, ബലോചിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നാണ് അവരുടെ ഭാഷ്യം. ആരുടെ? പാകിസ്ഥാൻ്റെ. ബലോചിസ്ഥാൻ ചീഫ് മിനിസ്റ്റർ സർഫറാജ് ബുക്തി അവൻ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഇന്ത്യയുടെ റോ ചെയ്യുന്നതാണ്, ഇന്ത്യ ഫണ്ട് ചെയ്യുന്നതാണ്. ഈ തീവ്രവാദികളെ, അവർ വിശേഷിപ്പിക്കുന്ന തീവ്രവാദികളെ, ആക്ച്വലി തീവ്രവാദികളല്ല, അടിച്ചമർത്തലിനെതിരെ പോരാടുന്ന അവിടുത്തെ തദ്ദേശീയരായ കറക്റ്റ് ബലോച്ച് നാഷണലിസ്റ്റാണ്. അവരൊരു ടെററിസ്റ്റിൻ്റെ രൂപം കൈക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം പാകിസ്ഥാൻ മാത്രമാണ്. ബലോചിസ്ഥാൻ ഈസ് എ പ്രോവിൻസ് ഓഫ് പാകിസ്ഥാൻ ലൊക്കേറ്റഡ് ഇൻ ദി സൗത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ദി കൺട്രി. ബലോചിസ്ഥാൻ ഈസ് ദി ലാർജസ്റ്റ് പ്രോവിൻസ് ഓഫ് പാകിസ്ഥാൻ by land area, but it is the least populated one. അധികം ജനസംഖ്യയൊന്നുമില്ലാത്ത സ്ഥലത്താണ് ബലോചിസ്ഥാൻ്റെ. പാകിസ്ഥാൻ 2023 ബലോചിസ്ഥാൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 1.49 crores. ഏരിയ 3,47,190 സ്ക്വയർ കിലോമീറ്റർ. ക്യാപിറ്റൽ ക്വറ്റ എന്നും നമ്മൾ പറയും. ക്വറ്റ എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ 35 ഡിസ്ട്രിക്ട്സാണ് ഇത്രയും വലിയ ഒരു പ്രോവിൻസിൽ ഉള്ളത്. ഓക്കെ, ഇവിടെ അതിൻ്റെ ഒരു ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് ഇറാൻ വരുന്നുണ്ട് വെസ്റ്റിൽ, അഫ്ഗാനിസ്ഥാൻ നോർത്തിൽ വരുന്നുണ്ട്, അറേബ്യൻ സീ ആണ് സൗത്തിൽ. ഓക്കെ, ഗോദർ സീപോർട്ടൊക്കെ ഒരുപാട് മാറ്റർ ഓഫ് ഇമ്പോർട്ടൻസ് ഉള്ള സംഭവങ്ങളാണ്. പിന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ അവരുടെ നോർത്ത് ഈസ്റ്റിൽ വരുന്നത് ഖൈബർ പഖ്തൂൺഖ്വ എന്ന സ്ഥലമാണ്, ഒരു മലയോര മേഖലയാണ്. പിന്നെ പഞ്ചാബ് ഈസ്റ്റിലും സിന്ധ് സൗത്ത് ഈസ്റ്റിലുമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പഞ്ചാബ് എന്ന് പറഞ്ഞാൽ ഈ ഭരണവും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് പഞ്ചാബാണ്. റാവൽപിണ്ടിയാണ് ആർമി ഹെഡ് ക്വാർട്ടേഴ്സ്, ഇസ്ലാമാബാദാണ് അവരുടെ പാകിസ്ഥാൻ ക്യാപിറ്റൽ. എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണല്ലോ. സോ അവരൊരു പഞ്ചാബി ഡോമിനൻസാണ് എല്ലായിടത്തും കാണിക്കുന്നത്. പഞ്ചാബികളല്ലാത്ത ആളുകൾക്ക്, ഈ സിന്ധിനാണെങ്കിലും ബലോച്ചിനാണെങ്കിലും, ഇവർക്കൊന്നും യാതൊരുവിധ അവകാശങ്ങളും അധികാരങ്ങളുമില്ല, ജീവിക്കാൻ പോലും അവർക്ക് അവകാശമില്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടമാണ് പാകിസ്ഥാനിലുള്ളത്. അവർ പണ്ട് ഈസ്റ്റ് പാകിസ്ഥാനോട് ചെയ്തത് ഇത് തന്നെയാണ്. നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടാണ്. ഇന്നത്തെ ബംഗ്ലാദേശിനോട് അന്ന് ഈസ്റ്റ് പാകിസ്ഥാനായിരുന്നപ്പോൾ ഇവർ ഇത് തന്നെയാണ് ചിറ്റമ്മനായാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അതൊരു വേറൊരു കൺട്രിയായി മാറിയത്. അത് അറിഞ്ഞിട്ട് അവരുടെ അനുഭവിച്ചിട്ടും അവരുടെ അധികാര കൊതി അല്ലെങ്കിൽ മറ്റുള്ളവർ ഈ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്ന ആ ഒരു രീതിക്ക് യാതൊരു മാറ്റവുമില്ല. അവർ പഞ്ചാബി ഡോമിനൻ്റ് ഒരു കൺട്രിയാണ് പാകിസ്ഥാൻ. ബാക്കിയുള്ളവർക്കൊന്നും ജീവിക്കാൻ ഒരു മാർഗവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പാപ്പരാസികളുടെ ലോകമാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പട്ടാളം മാത്രമാണ്. ഓക്കെ, അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും എല്ലാം പട്ടാളത്തിനെ പേടിച്ച് ജീവിക്കുന്ന വെറും ഒരു ആത്മാർത്ഥതയും യാതൊരുവിധ അന്തസ്സും ആഭിജാത്യവും ഇല്ലാത്ത ഒരു ജനത അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണ് പാകിസ്ഥാനിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇന്നല്ല, വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവം അതാണ്. ബലോചിസ്ഥാൻ്റെ ഗവർണർ വന്നിട്ട് ഷെയ്ഖ് ജാഫർ ഖാൻ.
ചീഫ് മിനിസ്റ്റർ വന്നിട്ട് സർഫറാസ് ബുക്തി. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതൊരു പഴയ ഹിസ്റ്ററിയാണ്. സെഞ്ച്വറീസ് ബിഫോർ ദി അറൈവൽ ഓഫ് ഇസ്ലാം. ഇസ്ലാം വരുന്നതിന് ഒരുപാട് മുമ്പ് ഒരുപാട് നാട്ടുരാജ്യങ്ങൾ, പ്രിൻസിലി സ്റ്റേറ്റ്സൊക്കെ ആയിരുന്നു അവിടെ. ഒരുപാട് ഹിസ്റ്ററിയുള്ള നല്ല നല്ല ആളുകൾ, നല്ല നല്ല രാജാക്കന്മാർ ഭരിച്ച ഒരുപാട്, ഈവൻ ഹിന്ദുസ് വരെ അവിടെ റൂൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദു സേവ ഡൈനാസ്റ്റിയുടെ റൂളിങ്ങൊക്കെ അവിടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താണ്. പിന്നെ അറൈവൽ ഓഫ് ഇസ്ലാം വന്നു ഇൻ 654, 7ാം സെഞ്ച്വറിയിലാണ് ഇസ്ലാമിൻ്റെ വരവ്. ഇസ്ലാം വന്നതിന് ശേഷം ഇസ്ലാമീകരിച്ച് അവിടെ കുറേ കാലിഫേറ്റ്, റഷീദീൻ കാലിഫേറ്റിൻ്റെ ഭരണം വന്നു. കാലിഫേറ്റ് പറഞ്ഞാൽ ഖിലാഫത്ത്. അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും മുസ്ലിങ്ങളാക്കി കൺവെർട്ട് ചെയ്യിച്ചിട്ട് രാജ്യം ഭരിച്ചു. പിന്നെ കൊളോണിയൽ ഏരിയ വന്നു, ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാർ 1876 ബ്രിട്ടീഷുകാർ വന്ന് അവരുടെ കോളനിയായി. പക്ഷേ അവരുടെ ഒരു കോളനി ആണെങ്കിലും അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലീസിലുണ്ടായിരുന്നു കുറേ സ്ഥലങ്ങൾ. ലീസിൽ കൊടുത്ത, ഈ നാട്ടുരാജാക്കന്മാരെല്ലാം ലീസിൽ കൊടുത്ത സ്ഥലത്തായിരുന്നു ബ്രിട്ടീഷ്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനായിട്ട് വിഭജിച്ചല്ലോ 1947. അപ്പോൾ 14 ഓഗസ്റ്റ് 1947 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനമായിട്ട് അവർ ആഘോഷിക്കുന്നത്. നമ്മൾ 15 ഓഗസ്റ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം. ആ സമയത്ത് റഫറൻഡം നടന്ന അവിടെയൊക്കെ. റഫറൻഡം നടന്നാൽ നമ്മൾ നേരത്തെ 370 നമ്മൾ പ്രതിപാദിച്ചിരുന്ന പോലെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസോസിയേഷൻ നടക്കുന്ന സമയത്ത് അവിടെയും ഇതുപോലെ നടന്നു. അവിടെ ഈ റഫറൻഡം നടന്നപ്പോൾ വോട്ട് ചെയ്തത് ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലുള്ള സാമന്തന്മാരെപ്പോലുള്ള ആളുകളാണ്. അവരുടെ ഷാഹി ജിഗ്ര എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പ്രായം ചെന്ന എൽഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഷാഹി ജിഗ്രയിലുള്ള ആളുകളെയൊന്നും വോട്ടിങ്ങിന് അനുവദിച്ചില്ല. അതുകൊണ്ട് അവർ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള വോട്ടിംഗ് നടന്നിട്ടില്ല. ദേ വാണ്ടഡ് ടു ബി എ ഇൻഡിപെൻഡൻറ്റ് പ്രോവിൻസ്. ബട്ട് അന്ന് തന്നെ അവരൊരു കള്ളത്തരത്തിലൂടെ, മാനിപ്പുലേഷനിലൂടെയാണ് ഇങ്ങനെ ഒരു പാകിസ്ഥാനോട് ലയിച്ചത് എന്നുള്ളൊരു വികാരം അവിടെയുണ്ട്. അവിടെ ഒരു ഖാൻ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, ഏട്ടനും അനിയനും. അവരുള്ള കൺഫ്ലിക്റ്റ് അവിടെ പറഞ്ഞു പാകിസ്ഥാൻ്റെ കൂടെ ചേരാൻ പാടില്ല, പറഞ്ഞു ചേരും. അങ്ങനെയൊക്കെ അവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടന്ന് അന്ന് മുതലേ ഇവർക്കാർക്കും ഈ താല്പര്യമില്ലായിരുന്നു പാകിസ്ഥാൻ്റെ കൂടെ പോകുവാൻ. ബട്ട് ദേ വാണ്ടഡ് ടു ബി എ ഇൻഡിപെൻഡൻറ്റ് നാഷൻ, ഇൻഡിപെൻഡൻറ്റ് പ്രോവിൻസ്. അതാണ് അവർ ഉദ്ദേശിച്ചത്. ആസ് ഓഫ് ഫെബ്രുവരി 2026, അതായത് ഈ മാസം, ബലോചിസ്ഥാൻ ഈസ് എക്സ്പീരിയൻസിങ് ആൻ ഇൻറ്റൻസീവ് സർച്ച്, എ സെപ്പറേറ്റിസ്റ്റ് വയലൻസ് ആൻഡ് സിവിയർ ഇൻസ്റ്റബിലിറ്റി വിത്ത് കോർഡിനേറ്റ് അറ്റാക്സ് ബൈ ഗ്രൂപ്പ്സ് ലൈക്ക് BLA. BLA ആണ് അവിടെ മെയിൻ സ്ട്രഗിൾ നടത്തുന്ന ഒരു ആർമി. ബലോച്ച് ലിബറേഷൻ ആർമി എന്നാണ് BLAയുടെ ഫുൾ ഫോം. ടാർഗറ്റിംഗ് സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ദി സെക്യൂരിറ്റി സിറ്റുവേഷൻ ഈസ് ക്രിറ്റിക്കൽ, ലീഡിങ് ടു ദി സസ്പെൻഷൻ ഓഫ് ചൈനീസ് ലെഡ് പ്രോജക്ട്സ് ഇൻ ഗോദറിലൊക്കെ ചൈനീസ് CPEC ഒക്കെ ഉണ്ടല്ലോ, ബോർഡർ റോഡ്സ്. അതിനെല്ലാം അവരെയൊക്കെ പണി നിർത്തി ചൈനീസെല്ലാം സ്ഥലം വിട്ടിരിക്കുകയാണ് അവിടെ നിന്ന്. കാരണം അവർ പറഞ്ഞു തൽക്കാലം സസ്പെൻഡ് ചെയ്താൽ നമുക്ക് ജീവനാണല്ലോ വലുത്, ജീവനില്ലെങ്കിൽ പിന്നെ ഈ പണി ചെയ്തിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം സ്ഥലം വിട്ടിരിക്കുകയാണ്. എൻഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് അവിടുത്തെ ഒരു പ്രധാന കാര്യം. അതായത് ഈ പാകിസ്ഥാൻ പട്ടാളം വന്ന് ആളുകളെ പിടിച്ചു കൊണ്ടുപോകുന്നു, സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം പിടിച്ചു കൊണ്ടുപോകുന്നു. ഇപ്പോഴും ദി ഗുഡ് ഓൾഡ് പരിപാടിയാണ് അവരുടെ നടത്തുന്നതെല്ലാം. ഒരു ഡെമോക്രസിക്ക് യാതൊരു സ്ഥാനം, ഒരു മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിലുള്ള ഒരു പട്ടാളക്കാരാണ് പാകിസ്ഥാൻ. പക്ഷേ അവിടെ പുതിയ വന്ന് ഇവരുടെ അറ്റാക്ക്, ഇവരുടെ കോർഡിനേറ്റ് അറ്റാക്ക് ഈ BLAയുടെ തുടങ്ങിയതിന് ശേഷം പാകിസ്ഥാൻ ആർമിയിലുള്ള ഒരു വർഷത്തിൽ 3500 പേര് കൊല്ലപ്പെട്ടു ബൈ ദി BLA എന്നാണ് അവിടുത്തെ പാകിസ്ഥാൻ ആർമി തന്നെ തന്നിരിക്കുന്ന കണക്ക്. മറ്റൊരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത്, ഒരാൾ ലീവിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പട്ടാളത്തിന് ലീവ് എടുത്ത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരത്തില്ല പേടിച്ചിട്ട്.
കാരണം അവൻ പറയുന്നത് ഈ VLAയുടെ ഇവരുടെ ആക്രമണം, അതായത് LTT അല്ല, സോറി, LTT എന്ന് പറയുന്നത് LTT പുവർ ഓൾഡ് സ്റ്റോറി, അത് ശ്രീലങ്കയുടെ സ്റ്റോറിയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ താലിബാൻ, താലിബാൻ അവരുടെ ആക്രമണം ഒരു വശത്തുണ്ട്, അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്നുള്ള ആക്രമണം ഒരു വശത്തുണ്ട്. പക്ഷേ ബലോചിസ്ഥാൻ്റെ ആക്രമണം ഭയങ്കരമാണ്. അതാണ് അവർ പറയുന്നത് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നുണ്ട്, റോയുടെ ഏജൻസ് അവിടെയുണ്ട്. പണ്ടൊരു കുൽഭൂഷണെ പിടിച്ചിരുന്നല്ലോ, 2016 തോന്നുന്നു, ഇന്ത്യൻ ഏജൻ്റാണെന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചിട്ട് അത് പിടിച്ചത് ബലോചിസ്ഥാനാണ്. അതുകൊണ്ട് അവർ പറയുന്നത് ഇന്ത്യ ഈസ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദി ഏരിയ ടു ഹെൽപ്പ് ദി ടെററിസ്റ്റ് എന്നാണ് അവർ പറയുന്നത്. ടെററിസ്റ്റായിട്ട് നമ്മൾ ആക്ച്വലി കാണുന്നില്ല അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരുടെ, കാരണം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യൻ പോരാടുന്ന എപ്പോഴാണ്? അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുമ്പോൾ, അവരുടെ ജീവനും സ്വത്തിനും ഒന്നും ഒരു സേഫ്റ്റിയും ഇല്ലാതെ വരുമ്പോഴാണ് അവരൊക്കെ ആയുധം എടുക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു പ്രത്യേകത കണ്ടത്, മഹിളാ ടെററിസ്റ്റ്, അതായത് ഈ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മഹിളകളും വന്നു, അവർ ട്രെയിൻഡായിട്ടുള്ള മഹിളകൾ വന്നു. അവർ വന്നിട്ട് അവിടെ നന്നായിട്ട് പാകിസ്ഥാൻ്റെ സേനയെ ആക്രമിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിഡ്നാപ്പിംഗ് നടക്കും, ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെ കിഡ്നാപ്പിംഗ് നടക്കും. ഇപ്പോൾ കൗണ്ടർ ഇൻസർജൻസിയിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഞാനൊക്കെ കാശ്മീരിൽ ഇത് കണ്ടിട്ടുള്ളതാണ്, ഞങ്ങൾ ഈ ഡ്യൂട്ടി ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊരു ഇൻപുട്ട് വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും വീട്ടിലൊരു ഉഗ്രവാദി ഉണ്ടെന്ന് അറിയുമ്പോൾ നമ്മളവിടെ ചെന്ന് പൊക്കും. നമ്മൾ ചെന്ന് അവനെ പൊക്കും, അവൻ്റെ കൂടെ ആരവിടെ ആശ്രയം കൊടുത്തോ ആ വീട്ടിലെ പയ്യനായിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിലെ കാരണവരായിരിക്കും, അവരെയും പൊക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മളവരെ പൊക്കിക്കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യാനൊന്നും നിൽക്കാറില്ല. പലപ്പോഴും അവർ എൻഷുർ ചെയ്തിട്ട് അവരെ വെപ്പണും അവരെല്ലാം കൂടെ നമ്മളങ്ങ് കളയുകയാണ് ചെയ്യുക. ഇതിൽ കൂടുതൽ പറയാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അവിടെ. HCP, ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻസ്, 1998 ഓഗസ്റ്റ് 12 രാത്രി വന്നിട്ട് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങളെ മോനെ കൊണ്ടുപോയി ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസുകൾ ഇഷ്ടംപോലെ നടക്കുന്നത്. അത് നടക്കും. ഇൻസർജിയിലാകുമ്പോൾ നിങ്ങൾ ടെററിസത്തിൽ ഇൻവോൾവ് ചെയ്യുന്നു, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. പക്ഷെ ഇവിടെ അതുപോലെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ പിടിച്ചോണ്ട് പോവാണ് അവർ എന്തോ ആയിക്കോട്ടെ, അവരുടെ ആരെങ്കിലും ഉണ്ടോ, ഒന്നുമില്ല, വളരെ അട്രോസിറ്റീസാണ് നടക്കുന്നത്. അങ്ങനെ പെർ ഫോഴ്സ് ഇവർ ആയുധമെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ, സ്ത്രീകളും കുട്ടികളുമെല്ലാം. കംപ്ലീറ്റ് ആളുകൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് പട്ടാളം ഉണ്ടായിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ അവർ മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ ഹെറോഫ് ഫേസ് 2. ഓപ്പറേഷൻ ഹെറോഫ് തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം നടത്തിയിരുന്നത്. അതിൻ്റെ ഫേസ് 2 ആയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 180 മിലിറ്റൻസിനെ കൊന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ BLAയുടെ 180 പേഴ്സണെ അവർ കിൽ ചെയ്തു എന്നാണ് ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന ഒരു ന്യൂസ് അവിടുത്തെ. സോ എനിവേ, അതിൻ്റെ മെയിൻ കാരണങ്ങൾ ഇക്കണോമിക് ഡിസ്പാരിറ്റിയാണ്. ഓയിൽ ഗ്യാസ്, ഡിസ്പൈറ്റ് ബീയിങ് റിച്ച് ഇൻ റിസോഴ്സസ് ഇൻക്ലൂഡിങ് ഓയിൽ, ഗ്യാസ് ആൻഡ് മിനറൽസ്, ബലോചിസ്ഥാൻ റിമൈൻസ് ദി പുവറസ്റ്റ് പ്രോവിൻസ് ഇൻ പാകിസ്ഥാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഈ ലോക്കൽ ഗ്രീവൻസസ് ഒക്കെ വളരെ മോശമായിട്ട് അവരുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും സഹിക്കവയ്യാതായി ഈ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചു മടുത്തിട്ടായിരിക്കാം അവർ ഇതിൽ വന്നത്. ഇൻ്റർനാഷണൽ ട്രാവൽ അഡ്വൈസറി അമേരിക്കയ്ക്ക് ഇറക്കിയിട്ട് ആരും ആ ഭാഗത്തുകൂടെ സഞ്ചരിക്കരുത്, പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഗവൺമെൻറ് റെസ്പോൺസ് ഉണ്ട്. പാകിസ്ഥാൻ ഗവൺമെൻറ് ഹാസ് ഓഫൺ റെസ്പോണ്ടഡ് വിത്ത് ഹെവി മിലിറ്ററി ഓപ്പറേഷൻസ് ആൻഡ് ഇൻ ടേൺ ഹാസ് അക്യൂസ്ഡ് ഔട്ട്സൈഡ് ഫോഴ്സസ് ഓഫ് ബാക്കിംഗ് ദി ഇൻസർജൻസി. അതായത് ഇന്ത്യ അവരുടെ ബാക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അവിടെ കൂടുതൽ വരിക്കുന്നതെന്നാണ്. പാകിസ്ഥാനിൽ, അതായത് ഈ ബലോചിസ്ഥാൻ മാത്രമാണ് റെയർ എർത്ത് മിനറൽസൊക്കെ ഉള്ള സംഭവം. അത് പാകിസ്ഥാനിലുള്ള മിനറൽസിൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ കോപ്പർ, പിന്നെ സ്കാൻഡിയം എന്ന് പറഞ്ഞ സാധനം, ലെഡ്, സിങ്ക്,
ക്രോമൈറ്റ്, മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്, മോളിബ്ഡം എന്നുള്ള സംഭവങ്ങൾ എന്നിവയുള്ള കെമിക്കൽസും ഈ മിനറൽസൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതെല്ലാം എടുത്ത് അവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൊടുക്കുകയായിരുന്നെങ്കിൽ ബലോചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോയേനെ. പക്ഷേ ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ബലോചിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത്. ജിയോ പൊളിറ്റിക്സിൽ മാസ്റ്ററായിരിക്കുന്ന ഇൻ്റർനാഷണൽ എഴുത്തുകാരും റിപ്പോർട്ടേഴ്സും വെസ്റ്റേൺ കൺട്രീസിലെ റിപ്പോർട്ടേഴ്സ് എല്ലാം പറയുന്നത് ഇനി അധികം സമയമൊന്നുമില്ല, പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഓൾമോസ്റ്റ് ബലോചിസ്ഥാൻ പോയിരിക്കുകയാണ്, നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരെത്ര ആക്രമണം നടത്തിയാലും ഒരു കാര്യമില്ല. ഇനി ഒരിക്കലും തിരിച്ച് അവർക്ക് ബലോചിസ്ഥാൻ പാകിസ്ഥാനോട് ചേർക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ എത്തിയിട്ടുണ്ട്. ദി സിറ്റുവേഷൻ റിമെയിൻസ് ഹൈലി വൊളാറ്റൈൽ വിത്ത് നോ ഇമ്മീഡിയറ്റ് സൈൻസ് ഓഫ് റെസൊല്യൂഷൻ ടു ദി അണ്ടർലൈയിങ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ദി പാകിസ്ഥാൻ സ്റ്റേറ്റ്. തൽക്കാലം ഇതിനൊരു സൊല്യൂഷൻ കാണുന്നില്ല. മേ ബി അവർ പറയുന്നത് ശരിയായിരിക്കാം, ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്ത്യ മേ ബി നമ്മളൊരു ശത്രു രാജ്യമാകുമ്പോൾ പറയാൻ പറ്റത്തില്ല. ബട്ട് ദെയർ ഈസ് നോ എവിഡൻസ് ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പാകിസ്ഥാൻ നമ്മളോട് ചെയ്യുന്നതിൻ്റെ പകുതി പോലും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. പാകിസ്ഥാൻ നമ്മളെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് കൊത്തി വരികയാണ്. പാകിസ്ഥാൻ സിമ്പതൈസേഴ്സ് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഇഷ്ടം പോലെ അവരുടെ സിമ്പതൈസേഴ്സ് ഉണ്ട്. അവരെല്ലാം എന്താ പറയുന്നത്, പിന്നെ സ്ലീപ്പിംഗ് സെൽസ് എന്ന് പറയും. സ്ലീപ്പിംഗ് സെൽസ് ഇഷ്ടം പോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിനൊക്കെ പലപ്പോഴും നിങ്ങൾ കണ്ടു കാണാം. അവിടുന്ന് ഇവിടുന്ന് അറസ്റ്റ് നടക്കുന്നതും. ഇപ്പോൾ ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിലെ ആ യൂണിവേഴ്സിറ്റിയിൽ നടന്നൊക്കെ നമ്മൾ കണ്ടില്ലേ. അൽ ഫല യൂണിവേഴ്സിറ്റിയിലൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട്. ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി വെരി ബാഡ് തിങ്, ഓൾവേസ് അഗൻസ്റ്റ് ദി പ്രോഗ്രസ് ഓഫ് എനി നാഷൻ. ബട്ട് ഇഫ് വി ആർ സ്ട്രോങ് ഇനഫ്, ഇപ്പോൾ നമ്മൾ വളരെ കരുത്തരായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്കിതൊന്നും പ്രശ്നമല്ല. ഇവിടെ ടെററിസം നിങ്ങൾ നടത്തിക്കോ, എത്ര ടെററിസം നടത്തിയാലും അവരുടെയൊക്കെ അന്ത്യം ചെറുതായ രീതിയിലുള്ള ഡാമേജസ് നമുക്ക് വരുത്താൻ അവർക്ക് തീർച്ചയായിട്ടും കഴിയും. ബട്ട് ഒരു ടെററിസ്റ്റ് സംഭവങ്ങളും ഇന്ത്യയിൽ വിജയിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യയുടെ ഒരു ക്യാരക്ടർ അതാണ്. ഈ ടെററിസവും ഈ ഇൻവേഷനവും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, സെഞ്ച്വറീസ് ഓൾഡാണ്. ഇവിടെ വന്ന് ആക്രമണം നടത്താത്തവരാരാണുള്ളത്? പക്ഷേ എല്ലാ ആക്രമണങ്ങളും ചേർത്ത് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നില്ലേ? അതാണ് ഇന്ത്യ, അത് മാത്രമാണ് ഇന്ത്യ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് like it if you really like it. Thank you. Bye bye.